ആവശ്യപ്പെട്ട സ്ഥലത്ത് ബസ് നിർത്തിയില്ല. പിന്നാലെ ബസ്സിന്റെ ചില്ല് അടിച്ചു തകർത്ത ഒരു യുവതി. ഈ ഒരു ദൃശ്യങ്ങളാണ് ഇക്കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജിലാകെ നിറഞ്ഞു നിൽക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ വിശദീകരണമായി യുവതി രംഗത്തെത്തിയിരുന്നു. ബാത്റൂം എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായതാണെന്നും ആ സമയത്തെ വെപ്രാളത്തിൽ ചെയ്തു പോയതാണെന്നൊക്കെയാണ് യുവതി പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ഈ യുവതിക്കെതിരെ വിമർശനങ്ങൾ ഉയരുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ കണ്ടക്ടറോടോ ആരോടെങ്കിലും അതേപ്പറ്റി സംസാരിച്ചാൽ അവർ ഉറപ്പായിട്ട് നിർത്തി തരുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടത്താതെ അല്ലെങ്കിൽ ചെയ്യാതെ അതിനു പകരം ഒരു ചീപ്പ് ഷോ ഇറക്കിയാണ് ആ യുവതി അവിടെ ചെയ്തത്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയർന്നത്. എന്താണ് കാര്യങ്ങൾ? കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ ദിനംപ്രതി സഞ്ചാരത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗതാഗത മാർഗ്ഗമാണ് നമ്മുടെ KSRTC ബസ്സുകൾ. ഇത് ഈ അടുത്ത കാലത്തായിട്ട് ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന സമയത്ത് KSRTCയിൽ കൊണ്ടുവന്ന പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് ധാരാളം പുതിയ കാറ്റഗറിയിൽ നിരവധി ബസ്സുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. KSRTC ഓർഡിനറി, ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്കൊക്കെ പുറമെ അന്തർ സംസ്ഥാന ബസ്സുകൾ, അതുപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം, ലോ ഫ്ലോർ, അങ്ങനെ പല വിധത്തിലുള്ള ബസ്സുകൾ ഇന്ന് കേരളത്തിലെ നിരത്തുകളിലുണ്ട്. പക്ഷേ ഈ ഓർഡിനറി തൊട്ട് മുകളിലേക്ക് വരുന്ന ബസ്സുകൾ അതിനനുസരിച്ച് ഇതിൻ്റെ സ്റ്റോപ്പുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത്തരത്തിലൊരു ബസ്സാണ് ഈ KSRTC സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകൾ. ഈ ബസ്സുകൾക്ക് സ്റ്റോപ്പുകൾ പരിമിതമായിരിക്കും. അത് കുറച്ചുകൂടി വേഗതയിൽ ലക്ഷ്യസ്ഥാനത്തെത്തും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മേന്മ. കാരണം ദിനംപ്രതി യാത്രക്കാർ ഉപയോഗപ്പെടുത്തുന്നു. അത് ജോലിസ്ഥലത്തേക്കായിക്കോട്ടെ മറ്റെവിടേക്കെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ബസ്സുകളുടെ സ്റ്റോപ്പുകളുടെ എണ്ണം കുറയുമ്പോൾ അത് യാത്രക്കാർക്കാണ് അതിൻ്റെ പ്രയോജനം. പ്രത്യേകിച്ച് ദീർഘദൂര യാത്രക്കാർക്കാണ് അതിൻ്റെ പ്രയോജനം കാര്യമായിട്ട് ഉണ്ടാവുക. അങ്ങനെ ഒരു ദീർഘദൂര ബസ്സാണ് കട്ടപ്പന ഡിപ്പോയിൽ നിന്ന് മാനന്തവാടിയിലേക്കുള്ള ഈ KSRTC പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് സർവീസ്. ഈ ബസ്സിൽ കഴിഞ്ഞ മെയ് മാസം 10-ാം തീയതി കോട്ടയ്ക്കലിൽ നിന്നാണ് കോഴിക്കോട് സ്വദേശിനിയായിട്ടുള്ള ഈ പെൺകുട്ടി ഈ ബസ്സിനുള്ളിലേക്ക് കയറിയത്. ഇവർ കോഴിക്കോട്ടേക്കാണ് ടിക്കറ്റ് എടുത്തത്. അങ്ങനെ ഈ ബസ് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്നു. സ്റ്റാൻഡിലാണ് ഇതിന് അടുത്ത സ്റ്റോപ്പ് നിർണ്ണയിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്നൊരു ആവശ്യം ഉണ്ടാകുന്നു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതിൽ വ്യക്തതയില്ല. കോഴിക്കോട് ലുലു മാളിൻ്റെ ഭാഗത്തായിട്ട് ഇറങ്ങണമെന്ന് പറയുന്നു. പക്ഷേ ബസ് ജീവനക്കാർ പറയുന്നുണ്ട് ഈ ബസ്സിന് ഇവിടെ സ്റ്റോപ്പില്ല. ഇനി സ്റ്റോപ്പുള്ളത് കോഴിക്കോട് KSRTC ബസ് ടെർമിനലിനുള്ളിലാണ്. അങ്ങനെ പിന്നീട് ബസ് വീണ്ടും മുന്നോട്ട് പോകുന്നു. ഈ പെൺകുട്ടി ബസ്സിൻ്റെ മുൻ സീറ്റിൻ്റെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നീട് ബസ് പോകുന്നു. മിംസ് ആശുപത്രിയുടെ മുൻവശം നിർത്തണമെന്ന് ഈ പെൺകുട്ടി വീണ്ടും ആവശ്യപ്പെടുന്നു. മിംസ് ആശുപത്രി അത്യാവശ്യം ഓർഡിനറിയും ഫാസ്റ്റ് അടക്കമുള്ള ബസ്സുകളൊക്കെ നിർത്തുന്ന സ്ഥലമാണ്. പക്ഷേ ഈ ബസ്സിന് അവിടെയും സ്റ്റോപ്പില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ ജീവനക്കാർ അറിയിക്കുന്നത്. അപ്പോഴൊന്നും ഈ പെൺകുട്ടി തനിക്ക് എന്താണ് അത്യാവശ്യം, അല്ലെങ്കിൽ തനിക്ക് ഈ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എന്താണ് ആവശ്യമെന്ന് പറയുന്നില്ല. എന്നാൽ ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് ഈ പെൺകുട്ടി കൂടുതൽ പ്രകോപിതയാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബസ്സിനുള്ളിലെ ഈ നമ്മുടെ മുൻപിലാണ് പുറത്തേക്കുള്ള വാതിൽ വരുന്നത്. ഈ വാതിലിൻ്റെ സൈഡിൽ തന്നെ ഈ ഒരു ഹാമർ വെച്ചിട്ടുണ്ട്. കാരണം എമർജൻസി എക്സിറ്റാണ്. ഒരു ആപത്ഘട്ടമുണ്ടായാൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി ആ ഒരു ഹാമർ എടുത്ത് ആ ചില്ല് തകർത്ത് പുറത്തിറങ്ങാം. അതൊരു ലക്ഷ്യത്തിലാണ് ആ ഒരു സാധനം അവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ എമർജൻസി ഹാമർ എടുത്തതിന് ശേഷം ഈ ചില്ല് സൈഡിലെ ബസ്സിൻ്റെ വാതിലിൻ്റെ സൈഡിൻ്റെ ചില്ല് ഈ മുംതാസ് എന്ന് പറയുന്ന പെൺകുട്ടി അടിച്ചു ചേർക്കുന്നു. ഇത് ഈ ബസ്സിലുള്ളവർ വീഡിയോ പകർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബസ്സിലെ യാത്രക്കാരും ഈ വീഡിയോ പകർത്തുന്നുണ്ട്. ആരും ഇതിനോട് പ്രതികരിക്കുന്നില്ല. ബസ് വീണ്ടും സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് നേരെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നു. പോലീസിലെ അറിയിക്കുന്നു. ആ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്കാണ് ആദ്യം പോകുന്നത്. നടക്കാവ് പോലീസാണ് ആദ്യം വരുന്നത്. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇതൊരു കേസായിട്ട് പോകുന്നു. അങ്ങനെ ഈ കേസിൽ പെൺകുട്ടി തൻ്റെ ആവശ്യം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. കൂടാതെ ഈ പൊതുമുതൽ നശിപ്പിച്ചു. അതാണ് ഇന്നത്തെ പ്രധാന കേസുകൾ. BNS 324, അതോടൊപ്പം തന്നെ PDDP ആക്ട്, അങ്ങനെ പലതരത്തിൽ ഇത്തരത്തിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ചുമത്താൻ സാധിക്കുന്ന ധാരാളം വകുപ്പുകളുണ്ട്. 1 വർഷം മുതൽ 5 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴ മുതൽ തുടങ്ങുന്ന ധാരാളം ഒരു ഗുരുതരമായ വകുപ്പ് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കുള്ളത്. അങ്ങനെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ പോലീസുകാർ സംസാരിക്കുന്നു. പോലീസുകാർക്ക് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ഒരു ന്യായം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 28,000 രൂപ പിഴയൊടുക്കിയതിന് ശേഷം ഒരു അപ്പോളജി ലെറ്റർ എഴുതി ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിന് ശേഷമാണ് ഇവരെ വിട്ടയക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ ബസ്സിൻ്റെ മാനന്തവാടിയിലേക്കുള്ള യാത്ര മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. തിരിച്ച് കട്ടപ്പനയിലേക്കുള്ള യാത്ര മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ റൂട്ടിൽ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കൂടി പരിഗണിച്ച് അതോടൊപ്പം തന്നെ ആ ചില്ല് തകർത്തതിനുള്ള നഷ്ടപരിഹാരം, ഇത് രണ്ടും കൂടെ കൂട്ടി ഏകദേശം 28,000 രൂപയാണ് ഈ പെൺകുട്ടി അവിടെ അടയ്ക്കേണ്ടി വന്നത്. ഇതിന് ശേഷമാണ് ഈ വീഡിയോ കൂടുതൽ പ്രചാരം നേടിയത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ മാസം ഈ പോലീസ് സ്റ്റേഷനുള്ളിൽ തന്നെ ഈ ബസ് ജീവനക്കാർ പകർത്തിയ ദൃശ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ തെളിവായിട്ട് കൊടുത്തത്. അതിനുശേഷം ഈ യാത്രക്കാർ ആരോ ചിത്രീകരിച്ചൊരു വീഡിയോ ആണ് പിന്നീട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഒരു സംഭവം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് നീതികേടാണെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ
ഇതിനകത്ത് ഇപ്പോൾ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് എത്തി അവരുടെ അഭിപ്രായവും അല്ലെങ്കിൽ അവർക്ക് ഈ കാര്യത്തിൽ പറയാനുള്ള നിലപാട് എന്താണെന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, എനിക്ക് തോന്നുന്നു സാമൂഹിക മാധ്യമങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. തനിക്ക് ശുചിമുറിയിൽ പോകേണ്ട ആവശ്യം വന്നപ്പോഴാണ് താൻ ഇത്തരത്തിൽ പ്രകോപിതയായി പെരുമാറിയത്. പലവട്ടം ബസ് ജീവനക്കാരനോട് ബസ് നിർത്താൻ പറഞ്ഞിട്ടും അത് കേൾക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ആ ഒരു ഫ്രസ്ട്രേഷനിൽ താൻ ഈ ബസ്സിൻ്റെ എമർജൻസി എക്സിറ്റ് തകർക്കുകയും അതിലൂടെ പുറത്ത് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. പക്ഷേ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലെ എമർജൻസി എക്സിറ്റ് തകർത്ത് പുറത്ത് കടക്കാൻ സാധിക്കില്ല. അത് തീർച്ചയായിട്ടും അപകടകരമാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് കൃത്യമായിട്ട് പുറത്തു പോകാനുള്ള സാഹചര്യം? ഇപ്പോൾ രാത്രി ഒരു നിശ്ചിത സമയം മുതൽ പുലർച്ചെ വരെ ഈ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ആവശ്യപ്പെടുന്ന സ്റ്റോപ്പുകളിൽ നിർത്തിക്കൊടുക്കണമെന്ന് സർക്കുലറുണ്ട്. പക്ഷേ അതിനുമപ്പുറം കേരളത്തിലെ KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളോ കുട്ടികളോ വികലാംഗരോ ആരുമായിക്കൊള്ളട്ടെ, അവർക്കൊരു അത്യാവശ്യ സന്ദർഭം ഉണ്ടായാൽ അത് എവിടെയാണെന്ന് വെച്ചാൽ അവരാവശ്യപ്പെടുന്ന സ്ഥലത്ത് ആ അത്യാവശ്യ സന്ദർഭം എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടാൽ അത് നിർത്തിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ KSRTC ബസ്സുകളിലെ ജീവനക്കാർക്ക് ഉണ്ട് എന്ന് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു നിയമാവലിയുണ്ട്. ഇത് നിലനിൽക്കുകയാണ് ഇത്തരത്തിലൊരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നത്. ഈ സ്ത്രീ അവർ തീർച്ചയായിട്ടും ഈ കേരളത്തിലെ ബസ്സുകളിൽ എത്രയോ സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഈ ചുരുക്കം ചിലരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. കൃത്യമായിട്ട് ഒരുപക്ഷേ ഈ ഇങ്ങനൊരു ആവശ്യം പുറത്ത് പറയാനുള്ള മടിയായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കുന്നതിൻ്റെ ആവശ്യത്തിന് അവരെ എതിര് നിൽക്കുന്നതിന് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ റോഡുകളിലൊക്കെ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്, ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ കട്ടപ്പനയിൽ നിന്ന് മാനന്തവാടിയിലേക്കുള്ള ആ ഒരു ദൂരം നിശ്ചിത സമയത്തിനുള്ളിൽ ഓടിയെത്തണമെങ്കിൽ അത്രയധികം സമ്മർദ്ദം ആ ബസ് ജീവനക്കാരും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അവരിത്തരത്തിലൊരു സ്ത്രീ, കാരണം ഇത് ശുചിമുറി ആവശ്യമായിക്കോട്ടെ, ഇപ്പോൾ ആർത്തവമുള്ള സ്ത്രീകളൊക്കെ ബസ്സുകളിൽ കയറുന്നുണ്ട്, ഇവർക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടായാൽ തീർച്ചയായിട്ടും നിർത്തിക്കൊടുക്കാൻ തക്ക മാനുഷികമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് കേരളത്തിലെ KSRTC ബസ്സുകളിലൊക്കെ ജോലി ചെയ്യുന്നത്. അതിനപ്പുറം ആളുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വളരെ ചുരുക്കമായിരിക്കും. അങ്ങനെ ഒരു സംഭവം നമ്മൾ മുൻപ് കേട്ടിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവം വലിയ വിവാദമാകുന്നത്. കൃത്യമായിട്ട് ഇപ്പോൾ അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. തൻ്റെ വേഷം, തൻ്റെ പേര്, തൻ്റെ മതം. തൻ്റെ വേഷവും പേരും മതവും ഒന്നുമല്ല ഇതിനകത്തെ പ്രശ്നം. തൻ്റെ ആവശ്യം കൃത്യമായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കൃത്യമായിട്ട് ഉണ്ടാകുമെന്നിരിക്കെ ഇത്തരത്തിൽ അതിനേക്കൊന്നും പോകാതെ ആ ബസ്സിൽ പ്രകോപനപരമായ രീതിയിൽ സംസാരിക്കുന്നു. ആ ബസ് ജീവനക്കാരെ ചെവികൊള്ളാൻ തയ്യാറാകുന്നില്ല. കൂടാതെ ഒരു പൊതുമുതൽ അടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് പോയി. ഇതിനകത്ത് മതത്തെയും പേരിനെയും ഒക്കെ വലിച്ചിരക്കുന്നത് തീർത്തും തെറ്റായ പ്രവണതയാണ്. ഇത് ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് പോകും. എന്തായാലും ഈ ഒരു വിവാദം കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മുൻപ് ഈ KSRTC ബസ് സ്വകാര്യ ബസ്സിനുള്ളിൽ വെച്ച് ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന സ്ത്രീയാൽ കൊല്ലപ്പെട്ട ദീപക് എന്ന ചെറുപ്പക്കാരൻ, അങ്ങനെയുള്ള സാഹചര്യങ്ങളോടൊക്കെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഒരു സ്ത്രീ അവരുടെ ആവശ്യം വ്യക്തമായ രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ന്യായമായിട്ട് നീതി കിട്ടേണ്ട ഒരിടത്ത് ഇത്രയധികം വഷളാക്കിയത് അവരുടെ ഒറ്റ തീരുമാനമായിരുന്നു. ആ ഒരു പ്രകോപനത്തിൻ്റെ പുറത്താണ് 28,000 രൂപ. ഇതിപ്പോൾ ബസ്സിന് നിർത്തുന്ന സ്ഥലത്ത് KSRTC ബസ് ടെർമിനലിൽ ഇറങ്ങി ഒരു യൂബർ വിളിച്ചോ ടാക്സി വിളിച്ചോ പോയാൽ പോലും 28,000 രൂപ ആയില്ല. കോട്ടയ്ക്കൽ നിന്ന് ഈ ഒരു പറയപ്പെടുന്ന സ്ഥലത്തേക്ക് ടാക്സി വിളിച്ചാൽ പോലും 28,000 രൂപ ആകില്ല. അപ്പോൾ അവരുടെ ബുദ്ധിമോശം കൊണ്ട് 28,000 രൂപ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരമായിട്ട് പോയി. ഇതിനെ ആവർത്തിക്കപ്പെടരുത്. കാരണം ഇത്തരത്തിൽ BNS 324 PDDP ആക്ടുകൾ അങ്ങനെ പലതരത്തിൽ കേന്ദ്ര നിയമവും കേരള നിയമവും ഒക്കെ നിലവിലുള്ള സാഹചര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ അത് ഇപ്പോൾ പിഴയിൽ ഒതുങ്ങി ഇനി തടവ് ശിക്ഷയൊക്കെ ഇതിനകത്തുള്ള കാര്യങ്ങളാണ്. കേരള പോലീസിൻ്റെ ആക്ടും കൂടെ വരുമ്പോൾ അത് കൂടുതൽ സങ്കീർണമാകുന്ന നിയമക്കുരുക്കായി മാറുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആവർത്തിക്കാതിരിക്കുക, തങ്ങളുടെ ആവശ്യം എന്താണെന്ന് കൃത്യമായിട്ട് ബസ് ജീവനക്കാരെ അറിയിക്കുക. അങ്ങനെ ആവശ്യമുണ്ടായാൽ ശരി.